നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചാണ്. അതായത് നെതന്യാഹു നിലപാടുകളിൽ മലക്കം മറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഗസയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുമെന്ന് പറഞ്ഞ നെതന്യാഹു, അതായത് അതുമായി ബന്ധപ്പെടുത്തി ഗസ പ്ലാൻ എന്ന രീതിയിൽ നിയന്ത്രണത്തിലാക്കുക എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നെതന്യാഹു ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയാൽ മതി എന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗസയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ നടത്തുന്നു എന്നും സമഗ്രമായിട്ടുള്ള ഒരു കരാറിൽ അത്തരമൊരു കരാറിലേക്ക് എത്തിച്ചേരാനാണ് ഇപ്പോൾ നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന രീതിയിലാണ് സൂചനകൾ നമുക്ക് കിട്ടുന്നത്. അതായത് നയങ്ങളിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് നെതന്യാഹുവിന് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണം? അതായത് ഗസ മൊത്തം കൺട്രോൾ ചെയ്യും, പിടിച്ചടക്കുമെന്ന് പറഞ്ഞ ഇടത്തു നിന്ന് ഇപ്പോൾ ബന്ധിമോചനം, അതുപോലെ തന്നെ കരാറിൽ ഏർപ്പെടുക, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്രയേൽ പറയുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക, ഈജിപ്ത്, അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടമായിട്ട് കുറച്ച് ബന്ദികളെ മോചിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വെടിനിർത്തൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മനംമാറ്റം വരാനായിട്ട് എന്താണ് കാരണം? അതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. അതായത് ലോകമാസകലം ഇപ്പോൾ ഗസയിൽ നടക്കുന്ന മാനുഷിക പ്രതിസന്ധി ഈ ലോകമൊട്ടുക്കും തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും, ഇസ്രയേലുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്ന പല രാജ്യങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന്. പല രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ ഇപ്പോൾ പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ പോവുകയാണ്. ആകെ മൊത്തം ലോകരാജ്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാം എന്നൊരു ചിന്ത ഇസ്രയേലിനുണ്ടായിട്ടുണ്ട്. കാരണം ഈ അടുത്തിടെയായിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ജനരോക്ഷം അത് ലോകമെമ്പാടും ഇസ്രയേൽ നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമ്മർദ്ദം എല്ലാം കൂടെ മൗണ്ട് ചെയ്തു വന്നപ്പോഴായിരിക്കണം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇസ്രയേൽ പോയിട്ടുണ്ടാവുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ബന്ധികളുടെ കുടുംബാംഗങ്ങൾ അവർ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. അതായത് ഈ ബന്ധു കുടുംബങ്ങൾ ഇസ്രയേലി സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തുകയാണ് ഇപ്പോൾ. ഇവരുടെ ഈ ഒരു സമരം അത് ശക്തമാകുന്നു എന്നുള്ളത് ഇസ്രയേലി നേതൃത്വത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ബന്ധികളായിട്ടുള്ള എല്ലാവരെയും തന്നെ തിരികെ കൊണ്ടുവരണം എന്നൊരു പൊതുവികാരം ഇപ്പോൾ ഇസ്രയേലി സമൂഹത്തിനകത്ത് തന്നെയുണ്ട്. ഇത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഇസ്രയേലി സർക്കാരിന് അവർക്കിനിയും കഴിയില്ല എന്നൊരു ബോധ്യം, ആ ഒരു തിരിച്ചറിവിൽ നിന്ന് കൂടിയായിരിക്കാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നു എന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സൈനികപരമായിട്ട് ഇസ്രയേൽ നേരിടുന്ന വെല്ലുവിളി. ഇത്ര നാളായിട്ടും ഹമാസിനെ ഇല്ലാതാക്കാനായിട്ട് ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ തീർച്ചയായിട്ടും ഇസ്രയേലി സൈനികർക്ക് തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന് എത്ര സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. അതായത് ആകെ മൊത്തം ഇസ്രയേൽ സൈനികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ആകപ്പാടെ തളർന്നിരിക്കുന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് നിരവധി വാർത്താമാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാലാമത്തെ കാരണം രാഷ്ട്രീയ നേട്ടമായിരിക്കും. നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുലാസിലാണ്. കൂടെ നിന്ന പാർട്ടികൾ ഓരോന്നായി വിട്ടുവിട്ട് പോവുകയാണിപ്പോൾ. എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ, അതായത് ഹമാസിന്റെ പക്കലുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞാൽ, ഈ ഒരു കരാർ മുഖേനയോ എന്ത് മുഖേനയായാലും ശരി, ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് നെതന്യാഹുവിന് ഒരുപക്ഷെ എടുത്തു കാണിക്കാൻ കഴിയും. അതിലൂടെ കുറച്ച് നാൾ കൂടി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചേക്കാം.